അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് അവന്റെ ബുദ്ധിമുട്ടുകളും അവന്റെ പ്രയാസങ്ങളും അവന്റെ പാപങ്ങളുമെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യും. പക്ഷേ അവൻ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം അവൻ ദുആ ചെയ്തിട്ടും അവന്റെ കാര്യത്തിൽ അല്ലാഹു ഒരു തീരുമാനം, ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. ഇത് ഈ മനുഷ്യന് വലിയ സങ്കടമുണ്ടാക്കും, വലിയ പ്രയാസമുണ്ടാക്കും. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ, അല്ലാഹു എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമമുണ്ടാകും. പക്ഷെ ഇവന്റെ ദുആ ഇവൻ നിർത്തുന്നില്ല, ഇവൻ കൃത്യമായി അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാ ജിബ്രീൽ, എന്റെ അടിമ എന്നോട് കൃത്യമായി അവന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്, കൃത്യമായി അവന്റെ കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം നൽകരുത്. കാരണം അവൻ എന്നോട് ചോദിക്കുന്നത് അവൻ നിർത്തിക്കളയും. എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവരോട് സ്നേഹം വർദ്ധിക്കുന്നത് ഒരു കാരണമാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ അത് തന്നെയാണ്. നാം എപ്പോഴും ആവലാതിയും വേവലാതിയും പെടുന്ന ഒരു കാര്യമാണ് അല്ലാഹു എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നില്ലല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ അല്ലാഹുവിന്റെ മുമ്പിൽ കാലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നാം ഇത് പറയുമ്പോൾ നാമും അല്ലാഹുവുമായി ഒരുപാട് അടുക്കുകയാണ്. ഈ ഒരു അടുപ്പത്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളിൽ അല്പം താമസം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.